നബി പറഞ്ഞു, മൻ ഗസല മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരാൾ കുളിപ്പിക്കേണ്ട നേരം ഇങ്ങനെ കുളിപ്പിച്ചാൽ, അഥവാ മയ്യത്ത് കുളിപ്പിച്ചാൽ, ഫഖതമ അലൈഹി അല്ലാഹു ഫഖതമ അലൈഹി വഫറല്ലാഹു ലഹു 40 മറ. അയാളിൽ എന്തെങ്കിലും മോശം കണ്ടാൽ തന്നെ ഫഖതമ, അയാളത് മറച്ചു വെച്ചു എങ്കിൽ വഫറല്ലാഹു ലഹു 40 മറ, 40 തവണ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആർക്ക്? ഈ കുളിപ്പിച്ച ആൾക്ക്. എന്തെങ്കിലും ഒരു മോശം കണ്ടാൽ തന്നെ അത് പരസ്യമായി പറയാൻ പാടില്ല. പറയാൻ ജായിസാണ് ഇത്തരം നേട്ടത്തിന് വേണ്ടി. മനസ്സിലായില്ലേ? വല്ല മുബത്തദീങ്ങൾ, ദീനിന്റെ യഥാർത്ഥമായ ഹക്കായ സുന്നത്യമായത്തിന്റെ തൊരീഖിന്ന് പുറത്തുപോയ ആളുകൾ, ഇവർക്കൊക്കെ അള്ളാന്റെ ദീനിന്റെ ആലിമീങ്ങളെയോ ശൈലികളെയോ ഒക്കെ കുറ്റം പറഞ്ഞ് അങ്ങാടി നടക്കുന്ന ആളുകൾ, ദീനിന്റെ ശിആറിനെ നിസാരപ്പെടുത്തുന്ന ആളുകൾ, അവരിലൊക്കെ എന്തെങ്കിലും കണ്ടാൽ അതും ജനങ്ങൾക്ക് പാഠമാകുന്ന വേദികളിൽ പാഠമാകാൻ വേണ്ടി മാത്രം പറയാവുന്നതാവുന്നു. അങ്ങനെ പറയേണ്ടത്. ഒരാൾ മറച്ചു വെച്ചാൽ കുളിപ്പിക്കുകയും എന്തെങ്കിലും കണ്ടാൽ മറച്ചു വെക്കുകയും ചെയ്ത 40 മറ, 40 തവണ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഒരാള് മയ്യത്തിന് വേണ്ടി കുഴി കുളിച്ചാൽ, എന്നിട്ട് അതിനെ മറമാടുകയും ചെയ്താൽ, അന്ത്യനാൾ വരെ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്ത കൂലി ലഭിക്കുന്നതാവുന്നു. ശരിയാണല്ലോ, അന്ത്യനാൾ വരെ അയാൾക്കുള്ള വീടാണ്. നമ്മൾ ചിന്തിക്കുക, വളരെ ആലോചിക്കുക. ഇതൊക്കെ കഴിയുന്നവർക്ക് ആലോചിക്കുക. എന്തുകൊണ്ട്? ഉദാഹരണം പറയാ, ആരുമോരുമില്ലാത്ത ആളുകളുടെ ഖബറിന്റെ പണം കൊടുക്കുക. ആ മെഡിക്കൽ കോളേജിലൊക്കെ അന്ന് ശ്രദ്ധിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല കാര്യം തന്നെ അത്. ഖൈർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഖൈർ നമ്മൾ അറിയാത്ത സുന്നത്തായ ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം. നിന്ന് മനസ്സിൽ നിന്ന് ഒരു പക്ഷെ വിട്ടുപോകുമെങ്കിലോ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നല്ല പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മരിച്ച മയ്യത്തിന് ആടോളില്ലാത്ത ആളുകൾക്ക് ആ നേരത്തെ അതിന്റെ കുടുംബമാണ് ചെയ്യേണ്ടത്. അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുടുംബം. പക്ഷെ അവർക്കൊന്നും കഴിയാത്തൊരു നേരത്ത് വേണ്ടപ്പെട്ട ധനം ഞാൻ തരാ എന്ന് ഒരു പാവപ്പെട്ട ഒരാളോട് പറഞ്ഞാൽ അയാൾക്കത് നിധി കിട്ടിയതുപോലെ ആയിരിക്കും. ഇയാൾക്കാകട്ടെ അന്ത്യനാൾ വരെ ഈ മനുഷ്യനൊരു പൊരയെടുത്ത് കൊടുത്ത കൂലി കിട്ടും. കാരണം ഇയാൾ ഖിയാമത്ത് നാൾ വരെ അയാളുടെ പൊര. മനസ്സിലായില്ല മോമിനിയങ്ങളെ? ശ്രദ്ധിക്കുക. അതേപോലത്തെ ഒരു അമലി ഞാൻ പറഞ്ഞുതരാം. ഒരു സുന്നത്തായ അമലി, ഞാൻ മയ്യത്ത് നമസ്കാരം പറയുമ്പോൾ ഒരു പക്ഷെ മനസ്സിൽ നിന്ന് വിട്ടുപോയാലോ, എല്ലാ ദിവസവും ഗായിബായ മയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. തുഹഫ പറയുന്നുണ്ട്, ഇന്ന് ഈ ദുനിയാവിൽ മരിച്ചുപോയ നമസ്കാരം അവകാശപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നിസ്കരിക്കണു എന്ന് പറഞ്ഞിട്ട് മയ്യത്ത് നിസ്കരിക്കുക. എത്രയാ കൂലി? എത്രയാ? വളരെ സുന്നത്തായ അമല. തിരിഞ്ഞില്ല നിങ്ങൾക്ക്? ശ്രദ്ധിച്ചോ? മനസ്സിലായോ പറഞ്ഞത്? ഇത് വളരെ സുന്നത്തായ അമലാണ് എന്ന് തുഹഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. എവിടുന്നെങ്കിലും വായിക്കല്ല. എല്ലാ ദിവസവും മയ്യത്ത് നിസ്കരിക്കുക. എങ്ങനെ മയ്യത്ത് നിസ്കരിക്കുക? നാട്ടിലെ മയ്യത്ത് ഇവിടെ നിസ്കരിക്കല്ല, അത് നാട്ടിൽ തന്നെ അതിന്റെ അടുത്ത് പോയി നിസ്കരിക്കാം. എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ത്? ഒരു മയ്യത്ത് നിസ്കാരം. ഇന്ന് ഈ ദുനിയാവിൽ മരിച്ചിട്ടുള്ള നമസ്കാരത്തെ അവകാശപ്പെടുത്തുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതി ഒരാൾ മയ്യത്ത് നമസ്കരിച്ചാൽ, ഒരാൾ ഇഖ്ലാസോടുകൂടി ആർക്കെങ്കിലും മയ്യത്ത് നിസ്കരിച്ചാൽ, ശ്രദ്ധിക്കും കേട്ടോ, ശ്രദ്ധിക്കണ്ടാണ്. ഒരാൾ ഇഖ്ലാസോടുകൂടി ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാൽ അയാൾ മുഅ്മിനും ആണ് എങ്കിൽ, ആരുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചോ അയാൾ മുഅ്മിനാണ് എങ്കിൽ അന്ത്യനാളിൽ ഇയാൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. മനസ്സിലാവുന്നില്ല? വളരെ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നമ്മൾ ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു, അയാൾ സ്വാലിഹുമാണ്, മുഅ്മിനുമാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ശഫാഅത്തിന്റെ അധികാരം കൊടുക്കും. ആഖിരിജൂ മൻ അറഫ്തും, നിങ്ങൾക്ക് അറിയുന്നത്ര ആളുകളാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്താക്കിക്കോളൂ എന്ന് മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയും. അല്ലാഹു ആ പദവി അല്ലാഹു നമുക്ക് തരട്ടെ. ആ പദവി, നരകത്തിൽ കിടക്കുന്ന ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുവരാനുള്ള പദവി അല്ലാഹു നമുക്ക് തരട്ടെ. നരകത്തിൽ കിടക്കുന്നവരെ സ്വർഗത്തിലെത്തിക്കാനുള്ള ആ പദവി അല്ലാഹു നമുക്ക് നൽകട്ടെ. മനസ്സിലായില്ലേ? എല്ലാ ദിവസവും ദുനിയാവിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരു മയ്യത്ത് നമസ്കരിക്കുക. ഒരു മയ്യത്ത് നമസ്കരിക്കാൻ മുഅ്മിനീങ്ങളെ ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ്. ഇത് വളരെ സ്വഹീഹായ സുന്നത്താണെന്ന് ആരെങ്കിലും പറയല്ല, എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തുഹഫയിൽ വിശദീകരിക്കുന്നു റളിയല്ലാഹു അൻഹു. തുഹഫ വിശദീകരിച്ചുകൊണ്ട് ലോക പ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ഒന്നായ
തുഹഫയിൽ വിശദീകരിച്ച് പറയുന്നു, എല്ലാ ദിവസവും ഇന്ന് ഈ ദുനിയാവിൽ മരിച്ചു പോയിട്ടുള്ളതും നമസ്കാരം അവകാശപ്പെടുത്തുന്നതുമായ എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വായി നമസ്കരിക്കൽ പ്രധാനപ്പെട്ട അമലാണ്. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാനത് ഗൗരവമായി നിങ്ങളോട് പറഞ്ഞത്. ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇത്തരം കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവരുത്. ഒരു കുഴപ്പമുണ്ടാക്കുന്നതിൽ അവർക്ക് സത്യത്തിൽ അമലിന് ഒരു താല്പര്യമില്ലാത്തവരെ കുഴപ്പമുണ്ടാക്കും. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളും സാലിഹീങ്ങളും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ, മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കുക. അപ്പൊ ഏതാ നോക്കും, ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യാൻ മറമാണ്. അല്ലാഹു അയാൾക്ക് വലിയ ഉന്നതമായ ഒരാളെ കഫൻ ചെയ്താൽ കസാഹുല്ലാഹു യൗമൽ ഖിയാമ മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖ്. അല്ലാഹു തആല ഒരാൾ ഇഖ്ലാസോട് കൂടി നാട്ടരെ കാണിക്കാൻ വേണ്ടിയല്ല, ഒരാളൊരു മുഅ്മിനായ മനുഷ്യനെ കഫൻ ചെയ്തു കൊടുത്തു. ഒരു മുഅ്മിനായ മനുഷ്യനെ കഫൻ ചെയ്തു കൊടുത്തു. കഫന് പണം കൊടുക്കേണ്ട അർഹത അവകാശമൊക്കെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു തൗഫീഖ. അല്ലാഹു നമുക്ക് തരട്ടെ. അള്ളാഹു അതൊക്കെ തരട്ടെ. അതിനൊക്കെ കാത്തിരിക്കണം. ഇതൊക്കെ അമലിന്റെ, അള്ളാഹുവിനെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യും. എവിടെയാണോ അമലിന് സൗകര്യമുള്ളത് ആ ഭാഗം അവര് വാരിയെടുക്കും. അള്ളാഹു ആ മുത്തഖീങ്ങൾ നമ്മളെ പെടുത്തട്ടെ. കേട്ടോളൂ. മൻ കഫനഹു, ഒരാളെ കഫൻ ചെയ്ത് പറഞ്ഞേച്ചാൽ കസാഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അയാൾക്ക് അല്ലാഹു വസ്ത്രം നൽകുന്നതാണ്. മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖിൻ, നേരിയതും കട്ടിയുമുള്ളതായ പലതരം പട്ടുകളിൽ നിന്നും. മനോഹരമായ സുന്ദസ് മനോഹരമായ പട്ടാണ്. അതുപോലെ മറ്റൊരു മനോഹരമായ പട്ടുവസ്ത്രമാണ് ഇസ്തബ്റഖ്, സ്വർഗത്തിന്റെ ഇസ്തബ്റഖ്. സുന്ദസൊക്കെ സ്വർഗത്തിന്റെ പട്ടുകളാണ്. അള്ളാഹു അതൊക്കെ നമുക്ക് നൽകട്ടെ. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാകും. ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വസൽതു റസൂലല്ലാഹി, ഞാൻ പുണ്യ നബിയെ കുളിപ്പിച്ചു. വജഅൽതു അൻളറ ഇലൈഹി, ഞാൻ നബിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ മലം അറമിൻ ശൈആ, ഹബീബായ നബിയിൽ ഒരു ദോഷവും ഞാൻ കണ്ടിട്ടില്ല. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വയ്യിബൻ ഹയ്യൻ വമൈതാ, സുഗന്ധമല്ലാതെ മറ്റൊന്നും പുണ്യ നബിയിൽ ഉണ്ടായിട്ടേ ഇല്ല. സുഗന്ധാണ്. ഹബീബായ റസൂലുള്ള സുഗന്ധമായിരുന്നു. ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴൊക്കെ സുഗന്ധമായിരുന്നു മുഹമ്മദ് മുസ്തഫ. മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ്, വാജിബില്ല. എങ്കിലും സുന്നത്തുണ്ട്. കുളിപ്പിച്ചവർ നോക്കൂ, കുളി സുന്നത്തായ അമലുകളിൽ ഒന്നാണ് എന്ത്? മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ്. മയ്യത്തിനെ ചുമന്നവർക്ക് വുളൂ സുന്നത്താണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ്. അനായിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യഗ്തസിലു മിൻ അർബഇൻ, 4 കാര്യത്തിന് വേണ്ടി കുളിക്കാറുണ്ടായിരുന്നു. മിനൽ ജനാബ, ജനാബത്തിന് കുളിക്കും. യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചക്ക് വേണ്ടി കുളിക്കുക. മിനൽ ഹജ്ജാമ, പ്രാകൃതമായ ഒരു ഓപ്പറേഷൻ രീതിയാണ് ഹജ്ജാമത്ത്. അതായത് കൊമ്പ് വെക്കാന്ന് പറയും. ഈ മോശപ്പെട്ട രക്തമൊക്കെ തലയുടെ ബാക്ക് ഭാഗത്ത് തലവേദന ഇല്ലാതെ ആക്കാൻ വേണ്ടി പ്രാകൃത മരുന്നിന്റെ രൂപമാണത്. അത് ചെയ്തു വന്നാൽ ഹബീബാ റസൂലുള്ള കുളിക്കാറുണ്ടായിരുന്നു. വസ്ലിൽ മയ്യത്തി, മയ്യത്തിനെ കുളിപ്പിച്ചാലും മുസ്തഫ നബി കുളിക്കാറുണ്ടായിരുന്നു. അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നബി ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഗസലൽ മയ്യിത ഫൽയഗ്തസിൽ, ആരെങ്കിലും മയ്യത്തിനെ കുളിപ്പിച്ചാൽ കുളിക്കേണ്ടതാകുന്നു. വമൻ ഹമലഹു, മയ്യത്തിനെ ആരെങ്കിലും വഹിച്ചാൽ ഫൽയതവല്ല, വുളൂ ചെയ്യുകയും വേണ്ടതാണ്. പുണ്യ നബി പറഞ്ഞു, അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. മയ്യത്തിനെ ചുമന്നവരേതായാലും വുളൂ ചെയ്യും ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം നേരെ പോകുന്നത് പള്ളിയിലേക്കാണല്ലോ. മയ്യത്തിനെ ചുമക്കുന്ന ഏത് സാഹചര്യത്തിലും ഈ സുന്നത്ത് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ മയ്യത്തിനെ ചുമന്ന ആർക്കും ഈ സുന്നത്ത് ഉണ്ടാവും. അതേപോലെ ഉദാഹരണം, നേരത്തെ മയ്യത്ത് കിടന്ന കട്ടിലിൽ നിന്ന് മയ്യത്തിനെ കുളിയുടെ, മനസ്സിലായില്ല, കുളിക്കുന്ന അവിടെയൊക്കെ എടുത്തു വെക്കാൻ ഒരാൾ സഹായിച്ചു. അവനും ആര് തന്നെയാണ്? മയ്യത്തിനെ ചുമന്നവനാണ്. മനസ്സിലായ നിങ്ങൾക്ക്? വളരെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് പള്ളിയിൽ നമസ്കരിക്കുമ്പോഴുള്ള നമസ്കാരത്തിന് വുളു അല്ല ഈ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട സുന്നത്തായ വുളു ഉണ്ട്. ആ വുളു ചെയ്താലും മതിയാകും. അവിടെ ഇത്തരം കാര്യങ്ങൾ മയ്യത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റുന്ന നേരത്ത് വഹിച്ചാലും മയ്യത്തിനെ വഹിക്കുന്ന ആളുകൾക്ക് വുളു സുന്നത്തുണ്ട്. പുണ്യ നബി പഠിപ്പിച്ചു. അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മയ്യത്തിനെ കുളി കഴിഞ്ഞാൽ മയ്യത്തിനെ വളരെ നല്ല നിലക്ക് തോർത്തി ഭംഗിയാക്കി മയ്യത്തിൽ ഒരു വെള്ളത്തിന്റെ അസർ പോലും ശേഷിക്കാതിരിക്കൽ ഏറ്റവും ശക്തിയായ സുന്നത്താകുന്നു. എന്തുകൊണ്ട്? കഫൻ നാശമാവും.
അത് വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഭംഗിയായിട്ട് നല്ല ഒരു ഉണങ്ങിയ ശീലകഷ്ണം കൊണ്ട് വളരെ ഭംഗിയായി അത് വെള്ളം തീരെ ശരീരത്തിൽ സൂക്ഷിക്കാത്ത രൂപത്തിൽ അതിനെ ഭംഗിയാക്കി എടുക്കൽ വളരെ അത്യാവശ്യപ്പെട്ട